Hi everyone, this is me, Casac Benjali. ഒരിക്കൽ കൂടി പുതിയ വീഡിയോ വ്ലോഗിലേക്ക് നിങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഹാർവാർഡ് ബിസിനസ് റിവ്യൂവിനെ അടിസ്ഥാനമാക്കിയിട്ട് 8 ഹൈ പെർഫോമിംഗ് ടീമിന്റെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ എങ്ങനെ നമുക്കൊരു ഹൈ പെർഫോമിംഗ് ടീമിനെ ബിൽഡ് ചെയ്തെടുക്കാം. പലപ്പോഴും പല ഓർഗനൈസേഷൻ നേരിടുന്ന ഒരു പ്രശ്നമാണ് ലോ പെർഫോമിംഗ് ടീം. നമ്മൾ വിചാരിച്ചൊരു മാർക്കിലേക്ക് പെർഫോം ചെയ്യാത്ത, ആ മാർക്കിലേക്കൊപ്പം വിജയിക്കാൻ കഴിയാത്ത ടീം എന്ന് പറയുന്നത് ആ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പരാജയമാണ്. നിങ്ങളുടെ സ്ഥാപനത്തിൽ ഒരാൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ അയാളുടെ പ്രൈം ആൻഡ് മോസ്റ്റ് പ്രയോറിറ്റി അയാൾ ചെയ്യുന്ന ജോലി ആയിരിക്കണം. അയാളുടെ മൈൻഡ് അയാളുടെ മറ്റ് പ്രയോറിറ്റിയിലേക്ക് പോകുന്നതോട് കൂടിയിട്ട് അതൊരു പ്രൊഡക്റ്റീവ് അല്ലാത്തൊരു ടീമായിട്ട് മാറും. അപ്പോൾ ഹൈ പെർഫോമിംഗ് ആൻഡ് പ്രൊഡക്റ്റീവ് ടീം ബിൽഡ് ചെയ്യുന്നതിൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 8 സ്ട്രാറ്റജീസ് ആണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണെങ്കിലും ബിസിനസ് റിലേറ്റഡ് ആയിട്ട്, പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ റിലേറ്റഡ് ആയിട്ട്, സക്സസ് റിലേറ്റഡ് ആയിട്ട് ധാരാളം വീഡിയോസ് നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരാളാണെങ്കിൽ നമ്മുടെ ചാനൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് നൗ. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ടീമിനെ ഒരു ഹൈ പെർഫോമിംഗ് ടീമാക്കി ബിൽഡ് ചെയ്യണം. അവരൊരു സൂപ്പർ പ്രൊഡക്റ്റീവായിട്ട് മാറണം. അതിന് എന്ത് കാര്യമാണ് ചെയ്യേണ്ടത്? ദ നമ്പർ 1 സ്ട്രാറ്റജി, ലെറ്റ് ദം നോ ഈച്ച് അതർ. ഇതൊരു ഓൺലൈൻ കാലഘട്ടമാണ്. ഒരു ഹൈബ്രിഡ് പ്ലാറ്റ്ഫോമിലാണ് എല്ലാ ഓർഗനൈസേഷനും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പം എൻ്റെ ബിസിനസ് സ്ഥാപനത്തിലാണെങ്കിൽ, എൻ്റെ ഓർഗനൈസേഷൻ ആണെങ്കിലും ഒരു ഹൈബ്രിഡാണ്. 20 to 30% സ്റ്റാഫ് മാത്രമാണ് ഓഫീസിലിരിക്കുന്നത്. ബാക്കി ഓൾമോസ്റ്റ് 60 to 70% ആളുകളും ഇരിക്കുന്നത് വീട്ടിലാണ്, വർക്ക് അറ്റ് ഹോമിലാണ്, വർക്ക് ഫ്രം ഹോം ആയിട്ടാണ് എല്ലാവരും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പല ആളുകളും പരസ്പരം കണക്റ്റഡ് അല്ല. അപ്പോൾ അവർക്ക് തമ്മിൽ പരസ്പരം കണക്റ്റ് ആവാനും അവർക്ക് തമ്മിൽ പരസ്പരം ബോണ്ടിങ് ഉണ്ടാക്കാനും പറ്റുന്ന ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം, അതല്ലെങ്കിൽ ഓരോ ടീം അംഗങ്ങളും പരസ്പരം സ്ട്രോങ് ആയിട്ട് കണക്റ്റഡ് ആയി നിൽക്കത്തക്ക രീതിയിലുള്ള ഓരോരുത്തരെ കുറിച്ചും ഓരോരുത്തരുടെ കഴിവുകളും സ്വഭാവങ്ങളും എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ഹൈ പെർഫോമിംഗ് ടീമിനെ ബിൽഡ് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പോൾ നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിനകത്ത് ടോപ്പ് ലെവൽ മാനേജ്മെന്റിൽ ഒരു 100 പേരുണ്ടെന്ന് വിചാരിക്കുക. അതിൽ 6 പേർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. പക്ഷെ എല്ലാവരെയും അറിയുന്നില്ല. അറ്റ്ലീസ്റ്റ് ആ 100 പേർക്കിടയിൽ 10 ടീം അംഗങ്ങളാണുള്ളതെങ്കിൽ ആ 10 ടീം അംഗങ്ങൾ പരസ്പരം നല്ല രീതിയിൽ ബോണ്ടിങ് ഉണ്ടാകത്തക്ക രീതിയിലുള്ള ഒരു കൾച്ചർ ബിൽഡ് ചെയ്യുക. നല്ല രീതിയിൽ ബോണ്ടിങ് ഉണ്ടാക്കി ബാക്കി 100 ആളുകളുമായിട്ടും പരസ്പരം കാണാനും സംസാരിക്കാനും സൗഹൃദം ഉണ്ടാകാനും പറ്റുന്ന ഒരു ടീം എന്ന് പറയുന്ന സ്പിരിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഒരു ഹൈ പെർഫോമിംഗ് ടീം അല്ലെങ്കിൽ സ്റ്റാഫിനെ ബിൽഡ് ചെയ്യുന്നതിലെ നമ്പർ 1 സ്ട്രാറ്റജി. ആൻഡ് നമ്പർ 2 ടീം ഗോളാണ്. നിങ്ങളുടെ സ്ഥാപനത്തിനകത്ത് എത്ര ടീം അംഗങ്ങളുണ്ട്? എത്ര ടീമാണ് നിങ്ങൾക്കുള്ളത്? പ്രൊഡക്ഷൻ്റെ ടീമുണ്ട്, സെയിൽസിൻ്റെ ടീമുണ്ട്, മാർക്കറ്റിങ്ങിന് വേറെ ടീമുണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് മീഡിയ വിങ് വേറെയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വിവിധ തരത്തിലുള്ള കസ്റ്റമർ സർവീസ് ഉണ്ടാകും, പേർച്ചേസിലുണ്ടാകും, അക്കൗണ്ട്സ് ആൻഡ് ഫൈനാൻസിലുണ്ടാകും. ഇങ്ങനെ നമുക്ക് ധാരാളം ടീം അംഗങ്ങളുണ്ട്. നമ്മുടെ ഓർഗനൈസേഷൻ്റെ സൈസിനനുസരിച്ച് അത് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ ഓരോ ടീമിനകത്തും ഓരോ വർഷത്തേക്കും അല്ലെങ്കിൽ ഓരോ കാലയളവിലേക്കും കൃത്യമായിട്ടുള്ള ലക്ഷ്യമുണ്ടായിരിക്കണം. ഇതാണ് നമ്മൾ ഈ വർഷം ഈ ടീമിൽ കൊണ്ടുവരാൻ പോകുന്ന റിസൾട്ട്. ഇവിടെയാണ് നമുക്ക് എത്തിച്ചേരേണ്ടത്. ഇതിലേക്കാണ് നമ്മുടെ പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യേണ്ടത്. ഈ സെഗ്മെന്റിലേക്കാണ് നമ്മൾ പൊസിഷൻ ചെയ്യേണ്ടത്. വളരെ കൃത്യമായിട്ടുള്ള റീപൊസിഷനിങ്, ഒരു ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് ഓരോ ടീം അംഗങ്ങളുടെയും പ്രയോറിറ്റി നിങ്ങൾ എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യാനുള്ള സഹായം ചെയ്തു കൊടുക്കണം. ഓരോ ടീമിനും ഗോൾ ഉണ്ടായിരിക്കണം. ഓരോ ടീമിനും ഗോൾ ഉണ്ടാകുമ്പോഴാണ് ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മൂവ് ചെയ്യുള്ളൂ. അല്ലാതെ ഓർഗനൈസേഷൻ ഓവറോൾ ഗോൾ ഉണ്ട്, പക്ഷെ നിങ്ങളുടെ ടീമിന് അതിനകത്ത് എന്താ ചെയ്യേണ്ടത്? നോ ഐഡിയ. പല ഓർഗനൈസേഷനും ഞാൻ എൻ്റെ കൺസൾട്ടൻസിയുടെ ഭാഗമായിട്ട് പോകുന്ന സമയത്ത് ചോദിക്കുമ്പോൾ വളരെ കൃത്യമായി ബോധ്യപ്പെടുന്ന ഒരു റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓർഗനൈസേഷന് ഗോളുണ്ട്, മാനേജ്മെന്റിന് വലിയ ഗോളുണ്ട്, പക്ഷെ വാട്ട് ഈസ് യുവർ ടീം ഗോൾ? ഓരോ ടീമും എന്താണ് ഈ ഗോൾ അച്ചീവ് ചെയ്യാൻ ചെയ്യേണ്ടതെന്ന് അവർക്കറിയില്ല. ദേ ഡോണ്ട് നോ വാട്ട് ടു ഡു. അവർക്ക് നിങ്ങളുടെ ഈ ടീം ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യണമെന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ ഓരോ ടീമിനും അറിഞ്ഞിരിക്കണം ഓർഗനൈസേഷൻ്റെ ഓവറോൾ ഗോളിൽ ഞങ്ങളുടെ പോർഷൻ എത്രയാണ്, ഞങ്ങൾക്ക് എന്താണ് ചെയ്യാനുള്ളത് എന്ന് കൃത്യമായി അറിയുകയും അത് ഗോൾ സെറ്റ് ചെയ്യുകയും വേണം. അപ്പോഴാണ് ഒരു വിന്നിംഗ് ടീം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ. നമ്പർ 3, ലെറ്റ് ദം നോ അബൌട്ട് യുവർ ഓർഗനൈസേഷൻ ആൻഡ് ടീം പേർപ്പസ്. എന്തിനാണ് ഈ ഓർഗനൈസേഷൻ ബിസിനസ് ചെയ്യുന്നത്? എന്ത് ഡെലിവറിയാണ്? കാരണം ഇപ്പോൾ മാനുഫാക്ചറിങ് ചെയ്യുന്ന ഒരു യൂണിറ്റിലുള്ള ടീം അംഗങ്ങൾക്ക് അറിയില്ല ഈ പ്രോഡക്റ്റ് എന്തിനാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്.
മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ടീം അംഗങ്ങൾക്ക് അറിയില്ല ഈ പ്രൊഡക്റ്റ് ഞങ്ങൾ എന്തിനാണ് ഉണ്ടാക്കുന്നത്, ഇത് ആർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നു, ഇത് മാർക്കറ്റിൽ എന്ത് സൊല്യൂഷൻ ആണ് കൊടുക്കുന്നത്, ഇതിന്റെ പർപ്പസ് എന്താണ്, അല്ലെങ്കിൽ ഈ ഓർഗനൈസേഷന്റെ പർപ്പസ് എന്താ. ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിന് അറിയില്ല ഇതിന്റെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രയോറിറ്റി എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രൊഡക്റ്റോ സർവീസോ കമ്പനിയോ നിലനിൽക്കുന്നത് എന്ന് ഇവിടെയുള്ള ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിന് അറിയില്ല, മീഡിയ ഡിപ്പാർട്ട്മെന്റിന് അറിയില്ല എങ്കിൽ അത് പ്രശ്നമാണ്. ആ ഒരു വിന്നിങ് എഡ്ജ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് നിങ്ങളുടെ ടീം അംഗങ്ങൾ ഓരോരുത്തരും ഫോക്കസ്ഡ് ആയിട്ട്, ഓരോ ടീമിനും അറിയാം ഓർഗനൈസേഷന്റെ ലക്ഷ്യം ഇതാണ്, അതിനുവേണ്ടി ടീം ചെയ്യേണ്ടത് ഇതാണ്. പ്രൊഡക്ഷൻ യൂണിറ്റ് മാനുഫാക്ചർ ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, ഓർഗനൈസേഷൻ ഈ ലെവലിൽ റിസൾട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അതിൽ ഫൈനാൻസിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ്, ഓർഗനൈസേഷന്റെ എക്സിസ്റ്റിംഗ് പർപ്പസും ഈ നിങ്ങളുടെ ടീമിന്റെ പർപ്പസും കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്ത് അതിലേക്ക് അവരെ പുഷ് ചെയ്ത് ഡയറക്റ്റ് ചെയ്ത് ഒരു വലിയ വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുമ്പോൾ മാത്രമാണ് നിങ്ങൾ വിചാരിച്ച റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഓരോ ടീം അംഗങ്ങളും ഓരോ ടീമും എന്താണ് അവരുടെ ടീമിന്റെ പർപ്പസ്, എന്താണ് ഓർഗനൈസേഷന്റെ പർപ്പസ് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്ത് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അല്ലെങ്കിൽ കഥയറിയാതെ ആട്ടം കാണുന്നത് പോലെ അവരെന്തൊക്കെയോ ചെയ്യും, ഓർഗനൈസേഷൻ എങ്ങോട്ടൊക്കെയോ പോകുന്ന അവസ്ഥ പല സ്ഥാപനത്തിലും ഞാൻ ദൃസാക്ഷിയായി കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ സ്ഥാപനത്തിലെയും നിങ്ങൾ ഒരു ലക്ഷ്യം വെക്കുന്നു, സ്റ്റാഫ് വേറെ എങ്ങോട്ടൊക്കെയോ പോകുന്നു, സ്റ്റാഫിന് നിങ്ങളുടെ ഓർഗനൈസേഷൻ പ്രയോറിറ്റി അറിയില്ല, നിങ്ങൾ എന്തിനാണ് വർക്ക് ചെയ്യുന്നത്, എന്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് ഒന്നും അറിയില്ല, അവരെന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യവും നമ്മുടെ ലൈഫിൽ ഉണ്ടാവാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഓരോ മെമ്പറേയും കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തിരിക്കണം അവരെന്താണ് ചെയ്യേണ്ടത്, ഓർഗനൈസേഷന്റെ പർപ്പസ് എന്താണ്, പ്രോസസ്സിന്റെ പർപ്പസ് എന്താണ്, ടീം അംഗങ്ങളുടെ പർപ്പസ് എന്താണെന്നുള്ളത്. ആൻഡ് നമ്പർ 4, ഐഡന്റിഫൈ ദെയർ എക്സ്പെർട്ടൈസ്. ഓരോ ടീം അംഗങ്ങൾക്കും ആ ടീം പെർഫോമൻസിൽ ഒരു എക്സ്പെർട്ടൈസ്ഡ് ഏരിയ ഉണ്ട്. ഇപ്പം മീഡിയ വിങ് ആണെന്ന് വിചാരിക്കുക, നിങ്ങളുടെ മീഡിയ ടീമിനകത്ത് ഓരോരുത്തരും ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഗ്രാഫിക് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും, അല്ലെങ്കിൽ ഒരാൾ വീഡിയോ എഡിറ്റിങ്ങിൽ മാസ്റ്റർ ആയിരിക്കും, മറ്റൊരാൾക്ക് വീഡിയോ എഡിറ്റിങ്ങിൽ ചെയ്യാൻ അറിയാം, നന്നായിട്ട് ചെയ്യുകയും ചെയ്യും, പക്ഷെ അത് ഭയങ്കര ത്രില്ലിംഗ് ഒന്നുമല്ല. നേരെ മറിച്ച് അയാൾ പോസ്റ്റർ ഡിസൈനിങ്ങിലാണ് ഉസ്താദ്. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തരും നിങ്ങൾ ഒരുപക്ഷെ ഹയർ ചെയ്തിട്ടുണ്ടാവുക ഇയാളെ വീഡിയോ എഡിറ്റർ ആയിരിക്കാം, മറ്റൊരാളോ ഇമേജ് ഉണ്ടാക്കുന്ന ആളായിരിക്കും, ഇമേജ് അല്ലെങ്കിൽ പോസ്റ്റർ ഉണ്ടാക്കുന്ന ആളായിരിക്കും വീഡിയോയിൽ സൂപ്പർ, വീഡിയോ ഉണ്ടാക്കുന്ന ആൾ പോസ്റ്ററിൽ സൂപ്പർ ആയിരിക്കും. അപ്പോൾ ടീം അംഗങ്ങളുടെ കോമൺ പർപ്പസ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും എക്സ്പെർട്ടൈസ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്ത് അവര് ആ എക്സ്പെർട്ടൈസ് ഏരിയയിൽ കൂടുതൽ എൻഗേജ് ആവാനും കൂടുതൽ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ നിങ്ങളെ വിട്ട് പോയില്ലെന്ന് മാത്രമല്ല അവരവിടെ വർക്ക് ചെയ്യുന്ന ഓരോ മൊമെന്റിലും എക്സ്ട്രീം ഹാപ്പി ആയിരിക്കും. ടാലന്റും പാഷനും രണ്ടാണ്, അല്ലെങ്കിൽ ചെയ്യാനുള്ള കഴിവും പാഷനും രണ്ടാണ്. കഴിവുള്ളതിൽ തന്നെയാണ് പാഷൻ എങ്കിൽ they won't live anywhere. They will develop their skill and passion every day. അത് നിങ്ങളുടെ ഓർഗനൈസേഷൻ്റെയും ഗ്രോത്തിന് സഹായകരമാണ്. സോ ഓരോരുത്തരുടെയും എക്സ്പെർട്ടൈസ് നിങ്ങൾ അറിഞ്ഞ് അതിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്ത് അതിന് ബിസിനസ് ചെയ്യാനുള്ള അവസരം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. നമ്പർ 5, ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകും, ധാരാളം പ്രോബ്ലംസ് ഉണ്ടാകും. കാരണം പല ആളുകളാണ്, അത് ഓൺലൈൻ ബിസിനസ് ആണെങ്കിലും, അതല്ലേ നിങ്ങളുടെ വർക്ക് അറ്റ് ഹോം ആണ്, വർക്ക് ഫ്രം ഹോം ആണെങ്കിലും, വർക്ക് അറ്റ് ഹോം ആണെങ്കിലും, ഇനി ഹൈബ്രിഡ് സിസ്റ്റം ആണെങ്കിലും, ഇനി ഫിസിക്കൽ വർക്കിംഗ് കൾച്ചർ ആണെങ്കിലും എല്ലായിടത്തും പ്രോബ്ലംസ് ഉണ്ടാവും. ദാറ്റ് ഈസ് നാച്ചുറൽ. പക്ഷെ ഒരു ടീമിനകത്ത് പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ടീമിനകത്ത് 2 ടീമുകൾ തമ്മിൽ പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രോബ്ലം അവിടെ തന്നെ ചർച്ച ചെയ്ത് പരിഹരിച്ച് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടിയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു ടീം കൾച്ചർ നിങ്ങളുടെ ബിസിനസ്സിനകത്ത് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ മാത്രമാണ് അതൊരു കൾച്ചറൽ സെറ്റിംഗ് ആണ്. ഒരു ടീമിനകത്ത് പ്രോബ്ലം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ടീം തന്നെ അത് പരിഹരിക്കുക, അതിനപ്പുറത്തേക്ക് അത് പോവാത്ത രീതിയിൽ എല്ലാവരും അക്കോമഡേറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ അത് പരിഹരിക്കാനുള്ള ഒരു കൾച്ചർ സെറ്റിംഗ്സ് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഡിവിഷനിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ 2-3 ടീമുകളുടെ പ്രോബ്ലം ആണെങ്കിൽ അത് അവിടെ തന്നെ അതിൻ്റെ ആ ടീം ലീഡേഴ്സ് ഇരുന്ന് ചർച്ച ചെയ്ത് അത് പരിഹരിച്ച് സ്മൂത്ത് ആയിട്ട് റൺ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു പ്രോബ്ലം സോൾവിങ് കൾച്ചർ നിങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ ആസ് എൻ ഓൺട്രപ്രണർ, അല്ലെങ്കിൽ മാനേജർ എന്ന രീതിയിലോ അല്ലെങ്കിൽ CEO എന്ന രീതിയിലോ നിങ്ങളുടെ പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത് ഇവർ തമ്മിലുണ്ടാക്കുന്ന പ്രശ്നം തീർക്കലായിരിക്കും. അത് എപ്പോഴും ഒരു ഓർഗനൈസേഷന്റെ വിന്നിങ് എഡ്ജിനെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന ഘടകം. അപ്പോൾ ഒരു പ്രോബ്ലം സോൾവിങ് കൾച്ചർ അവർക്കിടയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക. അവർക്കിടയിൽ ഒരു പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്ന ഡിസിഷൻ മേക്കേഴ്സിനെ ഐഡന്റിഫൈ ചെയ്ത്, ഇൻഫ്ലുവൻസേഴ്സിനെ ഐഡന്റിഫൈ ചെയ്ത് അവർക്ക് ആ പൊസിഷൻ കൊടുത്ത് അത് കേട്ടും കൃത്യമായി പരിഹരിക്കാനുമുള്ള കൾച്ചർ അവിടെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഓർഗനൈസേഷന്റെ കൾച്ചറായിട്ട് മാറുകയും ഒരു പ്രോബ്ലം അതിൻ്റെ റൂട്ടിനപ്പുറത്തേക്ക് കടക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് അതിനെ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. അതൊരു വിന്നിംഗ് ടീമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റിയാണ്. നമ്പർ 6, റിവ്യൂ ചെയ്യണം. ഒരു ടീം ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ
അത് മാനേജ്മെൻ്റ് അല്ല റിവ്യൂ ചെയ്യേണ്ടത്. പലപ്പോഴും നമ്മളൊരു ടീമിനൊരു ഡിസിഷൻ എടുത്ത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് റിവ്യൂ പോയിന്റിലേക്ക് പോകുന്നത് പലപ്പോഴും മാനേജ്മെൻറ്റ് റിവ്യൂ ചെയ്യുമ്പോഴാണ് അതിൽ അവെയർ ആവുന്നത്. നേരെ മറിച്ച് ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ടീം അംഗങ്ങൾ തന്നെ റിവ്യൂ ചെയ്യുന്ന ഒരു കൾച്ചർ കൊണ്ടുവരിക. ഒരു ഡിസിഷൻ 1 വീക്ക് ഡിസിഷൻ ആകാം, 2 വീക്ക് ഡിസിഷൻ ആകാം, അല്ലെങ്കിൽ ഒരു 1 മന്ത് ഡിസിഷൻ ആകാം, ഗോളാവാം, എന്താണെങ്കിലും ശരി അത് കൃത്യമായിട്ട് മാനേജ്മെന്റിനും അപ്പുറത്ത് ഓരോ ടീം അംഗങ്ങളും അത് റിവ്യൂ ചെയ്ത് എത്രമാത്രം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, പ്രൊഡക്ടിവിറ്റി എത്ര പെർസെൻറ്റേജ് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്, 60% 70%. സോ നെക്സ്റ്റ് വീക്കിൽ അല്ലെങ്കിൽ ഇയറിൽ നമുക്കൊരു 80%ലേക്ക് കൊണ്ടുവരണം എന്ന് അവർ തന്നെ റിമൂവ് ചെയ്ത് അതിനെ കറക്റ്റ് ചെയ്ത് അതിനെ ഗ്രോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങിലേക്കും സിസ്റ്റവും ബിൽഡ് ചെയ്യുക എന്നുള്ളത് അതൊരു വിന്നിംഗ് ടീമിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് ഹാർവാർഡ് ബിസിനസ് റിവ്യൂ വളരെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്പർ 7, ഫ്രീഡം ടു എക്സ്പ്രസ്. നമ്മൾ വിചാരിക്കും മാനേജർ എന്ന രീതിയിൽ ഞാൻ മാത്രമാണ് ശരി, ഓണർ എന്ന രീതിയിൽ എനിക്ക് മാത്രമേ നല്ല ഐഡിയാസ് ഉള്ളൂ. തെറ്റാണ്. ഒരുപക്ഷെ നിങ്ങളെക്കാളും ഈ ബിസിനസ്സിനെ കുറിച്ച് കാര്യങ്ങൾ പഠിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ ടീം അംഗങ്ങളായിട്ടുള്ള ആളുകളായിരിക്കും. നിങ്ങളുടെ ടീം അംഗങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെ ചിന്തിക്കുന്നതിനേക്കാളും 100 ഇരട്ടി ക്വാളിറ്റിയുള്ള ഐഡിയകൾ നിങ്ങൾക്ക് തരാനുള്ള കഴിവുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഓരോ ടീമിനകത്തും ആ ടീമിൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഓർഗനൈസേഷൻ്റെ ടോട്ടൽ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നതിനും എല്ലാം സജഷൻസ് തരാനുള്ള, അവരുടെ ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാനുള്ള റൂംസ് ക്രിയേറ്റ് ചെയ്യണം. ഓരോ ടീം അംഗങ്ങളും അവരുടേതായ വീക്ക്ലി മീറ്റിംഗ്സിലോ ഡെയിലി മീറ്റിംഗ്സിലോ മന്ത്ലി മീറ്റിംഗ്സിലോ അവരുടെ ഐഡിയാസ്, അവരുടെ ഏറ്റവും വലിയ അവരുടെ കാഴ്ചപ്പാട്, ഓർഗനൈസേഷനെ മുന്നോട്ട് നയിക്കുന്നതിനുള്ള അവരുടെ ഇൻപുട്ട് തരാനുള്ള എക്സ്പ്രഷൻ ഫ്രീഡം, അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഇനി എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, ചെറിയ പ്രശ്നങ്ങൾ ഇവിടെയുണ്ട്, അത് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് സജസ്റ്റ് ചെയ്യാനുള്ള ഫ്രീഡം, ആ ഓർഗനൈസേഷൻ്റെ ബിസിനസ് മൂവ്മെൻറ്റിനെ ഏറ്റവും ക്വാളിറ്റി ലെവലിലേക്ക് ഹൈ എൻഡിലേക്ക് കൊണ്ടുപോകാൻ അവരെ സഹായിക്കുന്ന ബിസിനസ് ഗ്രോത്ത് ഐഡൻറ്റിഫൈ ചെയ്യാനും പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും അത് സജസ്റ്റ് ചെയ്യാനുമുള്ള ഫ്രീഡം ഓരോ ടീം അംഗങ്ങൾക്കും ഉണ്ടെങ്കിൽ അതൊരു പോസിറ്റീവ് ഫ്രീഡം എക്സ്പ്രഷൻ കൾച്ചർ അവിടെ ബിൽഡ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങളുടെ ടീമും നിങ്ങളുടെ ഓർഗനൈസേഷനും ഒരു വിന്നിംഗ് ടീമായിട്ട് മാറും, ഒരു സംശയമില്ല. ആൻഡ് നമ്പർ 8, ഒരു ടീമോ ഒരു ബിസിനസ് സ്ഥാപനമോ തുടങ്ങുമ്പോഴേക്കും ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വിന്നിംഗ് ടീമായിട്ട് മാറുകയൊന്നുമില്ല. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ആ ഗ്രോത്ത് അല്ലെങ്കിൽ വിന്നിംഗ് ടീം എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോഗ്രസ്. അപ്പോൾ മാത്രമാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഹ്യൂജ് സക്സസ്സിലേക്ക് നമ്മുടെ ബിസിനസ്സിനെ കൊണ്ടുപോകാൻ സാധിക്കും. ആ ഒരു ഗ്രോത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള പോസിറ്റീവ് ഫീഡ്ബാക്ക് സെഷൻസ്. നിങ്ങളൊരു ഡിസിഷൻ എടുത്തു, ആ ഡിസിഷൻ അത് എത്രമാത്രം നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റി, അതിൻ്റെ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക്, ടീമിൻ്റെ പെർഫോമൻസിനെയും പോസിറ്റീവായിട്ട് തന്നെ റിവ്യൂ ചെയ്യുന്ന, ഫീഡ്ബാക്കുകൾ അനലൈസ് ചെയ്യുന്ന, ഇമ്പ്രൂവ്മെൻറ്റ് ഫീഡ്ബാക്കുകൾ അനലൈസ് ചെയ്യുന്ന സെഷനുകളും സ്ട്രാറ്റജിയും ഉണ്ടായിരിക്കണം. ടീമിന് മാത്രമല്ല ടീം അംഗങ്ങൾക്കും. ടീം അംഗങ്ങൾക്ക് നമ്മളൊരു KPI സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ പെർഫോമൻസ്, ഓരോ പ്രോജക്റ്റ്, ഓരോ സിറ്റുവേഷനിലും അവർ ബിഹേവ് ചെയ്യുന്ന രീതി, ഇതിനെല്ലാം കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് അതൊരു ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള പോസിറ്റീവ് ഫീഡ്ബാക്കുകൾ ബിൽഡ് ചെയ്യാനും പോസിറ്റീവ് ഫീഡ്ബാക്കുകൾ തരാനും അതിനനുസരിച്ച് പ്രോഗ്രസ് ചെയ്യാനും അതിനെ പേഴ്സണലായിട്ടും ഇമോഷണലായിട്ടും എടുക്കുന്നതിന് പകരം വളരെ പോസിറ്റീവായിട്ട് ഇത് എൻ്റെ ഗ്രോത്തിനാണ്, എൻ്റെ ടീമിൻ്റെ ഗ്രോത്തിനാണെന്ന് മനസ്സിലാക്കി അതിനെ അക്സെപ്റ്റ് ചെയ്ത് ആ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്കിനകത്ത് വർക്ക് ചെയ്യാനുമുള്ള ഒരു കൾച്ചർ സെറ്റിങ്സ് നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, ഈ 8 സ്ട്രാറ്റജി നിങ്ങളുടെ ഓർഗനൈസേഷനിനകത്ത് സിസ്റ്റമായിട്ട് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ യുവർ ടീം, യുവർ സ്റ്റാഫ് will become one of the best team in the industry. Follow these 8 steps to make your team as a most powerful and productive, high performing team. ഇത് ഇന്ന് തന്നെ ചെയ്യണമെന്നല്ല, ഓരോന്നും ചെയ്യാൻ സമയമെടുക്കും, അത് കൾച്ചർ ബിൽഡ് ചെയ്യാൻ സമയമെടുക്കും. പക്ഷെ കൃത്യമായ പ്ലാനോട് കൂടിയിട്ട് ആവശ്യത്തിനുള്ള സമയമെടുത്ത് നിങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിന് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും തന്നെ ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഷെയർ ചെയ്യാൻ എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ധാരാളം ഓൺട്രപ്രനോറിയൽ ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ, ഓൺട്രപ്രനോറിയൽ ആയിട്ടുള്ള ലീഡർഷിപ്പ് കോഴ്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാ ബിസിനസ്സുകാർക്കും വേണ്ടിയിട്ട് എല്ലാ ദിവസവും രാവിലെ 4:30 മുതൽ 5:30 വരെ, ഇന്ത്യയിലുള്ള സമയത്തുള്ളവർക്കും GCCക്കാർക്ക് അവിടുത്തെ 4:30 മുതൽ 5:30 വരെ അവരുടെ സമയത്തിനനുസരിച്ചും 10x ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന ഓൺട്രപ്രണേഴ്സിനെ 100 ഇരട്ടി ഗ്രോത്തിലേക്ക് എത്താൻ സഹായിക്കുന്ന അവരുടെ പേഴ്സണൽ ഗ്രോത്തിനും മൈൻഡ് സെറ്റിനും ബിസിനസ് ട്രാൻസ്ഫോർമേഷൻ, ബിസിനസ് നോളജുകളും ഷെയർ ചെയ്യുന്നതിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള കോഴ്സ് ഈ വരുന്ന
ഡിസംബർ 31 വരെ എല്ലാ ദിവസവും 4:30 മുതൽ 5:30 വരെ 100ഓളം വരുന്ന ഓൺടർപ്രണേഴ്സിന്റെ കൂടെ ഡെയിലി ബിസിനസ് പഠിക്കാനും പ്രാക്ടീസ് ചെയ്യാനും അവരുടെ വിസ്ഡം ഷെയർ ചെയ്യാനും ആ ഓൺടർപ്രണേഴ്സുമായിട്ട് സൗഹൃദം സ്ഥാപിച്ചുകൊണ്ട് ഒരു കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിലൂടെ പരസ്പരം സഹായിച്ചും സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഗ്രോ ചെയ്യാനുള്ള ഒരു അവസരം ഞങ്ങൾ ഒരുക്കുന്നുണ്ട്. ആ കോഴ്സിന്റെ പേരാണ് 10x ട്രാൻസ്ഫോർമേഷൻ. അതുപോലെ തന്നെ സെയിൽസ് നിങ്ങൾ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ടീമിനെ പഠിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ സെയിൽസ് റിലേറ്റഡ് കോഴ്സുകൾ അടക്കം ധാരാളം ട്രെയിനിങ് പ്രോഗ്രാംസ് നമ്മൾ ചെയ്യുന്നുണ്ട്. സോ അതിനെക്കുറിച്ചെല്ലാം കൂടുതൽ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം, വാട്സപ്പ് മെസ്സേജ് അയക്കാം. യു വിൽ ഗെറ്റ് ടു റിപ്ലൈ. നിങ്ങൾക്കത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ ഒരിക്കൽ കൂടി ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. താങ്ക് യു. ദിസ് ഇസ് മീ, കസാക് ബെഞ്ചാലി, ബിസിനസ് കോച്ച്, സക്സസ് സ്ട്രാറ്റജിസ്റ്റ്.